വിശാലമായി വിഷയ അവതരണം നടത്തുള്ള സമയമല്ല. മുന്നോടി എന്തും നീട്ടാണ്ട് ചില വിഷയങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് നാം ഉദ്ദേശിക്കുന്നത്. ധാരാളം സഹോദരിമാരുള്ള അൽഹംദുലില്ലാ പരിശുദ്ധമായ റമദാൻ 3 പ്രധാനപ്പെട്ട മഹതിമാരെ നടപ്പാക്കിടേണ്ട ടൈമാണ്. റമദാൻ 3 വഫാത്തായ സയ്യിദത്തുന ഫാത്തിമ സഹ്റ റളിയല്ലാഹു അൻഹ, അവങ്ങളുടെ മദദ് സഹായം അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാന്റെ സുബഹിസ്കരിച്ച ക്ലാസ് ഇന്നലെയും ഇന്നും ഫാത്തിമ ബിയുടെ വകയാണ് നാം വിശദീകരിച്ചത്. അതുപോലെ ഖദീജ റളിയല്ലാഹു അൻഹയുടെ റമദാനിൽ നിങ്ങൾ ഓർക്കുക. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ അങ്ങെല്ലാം വഫാത്തായത് പരിശുദ്ധമായ റമദാനിലാണ്. ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വളരെ ആകർഷിപ്പിക്കണമെങ്കിൽ അത്ഭുതപ്പെടുത്തണമെങ്കിൽ സംഭവങ്ങൾ വെറും 71 വർഷം മാത്രം ജീവിച്ചെനിക്കെത്ത ഉമ്മയുടെ വയ്ക്ക് ഡോക്ടർ മുഹമ്മദ് അബ്ദുറഹ്മാൻ എഴുതിയെനിക്കെത്ത ഇന്നഹാ ഫാത്തിമ ചൊല്ലി നല്ല കിതാബും ആൾമാരെല്ലാം നോക്കാം. 300 ചില്ലാറ് പേജുണ്ട്. വളരെ നല്ല രൂപത്തിൽ ഒരു കാദംബരി പോലെ വായ്പാട്ടി കൊണ്ട് പോകേണ്ട എനിക്ക് നല്ല കിതാബാണ്. അതുപോലെ ഫാത്തിമ റളിയല്ലാഹു അൻഹ, അതിലെല്ലാം ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയുടെ ഏറ്റവും നല്ല ലൈഫാണ് വിശദീകരിക്കുന്നത്. പെണ്ണിങ്ങകും ആണിങ്ങകും ഏതൊരാൾക്കും മാതൃയാക്കോ പറ്റിയ ലോകത്തെ സയ്യിദത്തു നിസാഇൽ ആലമീൻ, ലോകത്തെ പെണ്ണിങ്ങളെ നേതാവാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. അവരുടെ വലിയ വിശദീകരിക്കാനല്ല ഇപ്പൊ എന്റെ ഉദ്ദേശം. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ജീവിതം നമുക്ക് എന്തുകൊണ്ടും പകർത്തുക പറ്റിയെത്തതാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിൽ അല്ലാഹുവിന്റെ മഅരിഫത്തിൽ ലയിച്ചെനിക്കെത്ത തുല്യമായ പെണ്ണ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായാൽ പിന്നെ വെറും 6 തിങ്കൾ മാത്രം ഈ ത്വാഅത്ത് വക് ചെല്ലുമ്പോൾ ത്വാഅത്ത് ആരാധനകൾ ഇബാദത്തുകളെല്ലാം രുചിക്കരെ രസം അനുഭവിക്കരെ. അങ്ങനെ അനുഭവിച്ച മഹാന്മാർ സ്വാലിഹീങ്ങൾ സ്വാലിഹാത്തുകളെല്ലാം ധാരാളം കഴിഞ്ഞുപോയത്. അങ്ങനെ യാന്ത്രികമായ ഇബാദത്ത് എടുത്തതല്ല, ആ ഇബാദത്തിന്റെ ടേസ്റ്റ് അങ്ങ് അനുഭവിച്ചാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് ഞങ്ങൾ ചൊല്ലാം. ആ മഹബ്ബത്തിന്റെ മാധുര്യം നമുക്ക് അനുഭവിക്കുകയായിര ഓരോരുത്തരും കേൾക്കണായതാണ് നാടക്കം. അതിന്റെ മാധുര്യം ഞാൻ അനുഭവിച്ചിട്ടില്ല എന്ന് ചൊല്ലതാണ് സത്യം. ആ ഹലാവത്ത് അനുഭവിച്ചെനിക്കെത്ത ഒരാൾക്ക് ലോകത്ത് വേറെ ഒരു ടേസ്റ്റ് അഗത്യമേ ഇല്ല. അത്രയും വല്ലാത്തൊരു വിഷയമാണ്. ഒരു റമദാനിൽ 30 നാൾ അള്ളാഹുടെ മഹബ്ബത്തിനെ ಬಗ್ಗೆ ഞങ്ങൾ വിശദീകരിച്ചിട്ടില്ല. അള്ളാഹുടെ സ്നേഹം ഞങ്ങളെ പോലത്തെ ആൾമാർക്ക് ചൊല്ലുക മാത്രമാണ് സത്യം. അനുഭവിക്കും. സ്വാലിഹീങ്ങൾ അനുഭവിച്ചാറ്, സ്വാലിഹാത്തുകൾ അനുഭവിച്ചാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ പിന്നെ 6 തിങ്കൾ മാത്രമാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ ഈ ലോകത്തിന്. ആ സമയത്ത് ആ മഹദിയുടെ വലിയ സ്വാലിഹീങ്ങൾ ചെല്ലാറ് വഹിയതൂം. ഈ 6 തിങ്കളിൽ അരിവിങ്ങനെ ഉരുക്കി ബന്ധിട്ടാണ്. ഭയങ്കര ലാച്ചറാവുടൻ ചെല്ലല്ലേ. ആ സ്കൾട്ടായി എന്തുമില്ല ശരീരത്തിൽ മൊത്തത്തിൽ എന്തെന്ന് ചെന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്കിൽ പ്രേമത്തിൽ മുഹബ്ബത്തിൽ ഷഹീദായിട്ട പെണ്ണാണ് ബഹുമാനപ്പെട്ട ഷഹീദത്തുൽ ഇഷ്ക് എന്നുള്ള പ്രേമത്തിൽ ഷഹീദ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ಬಗ್ಗೆ ആ കിതാബിൽ ചൊല്ലു വഹിയതൂം ഉരുകിയോണ്ട് വന്നിട്ടാണ്. കാരണം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ലാതെ ലോകത്ത് കാണിക്കില്ലേ, ആ ലോകത്ത് അകറ്റിണക്കില്ല. ഇങ്ങനെ ചൊന്നിട്ട് ആ പ്രേമത്തിൽ അങ്ങ് മുങ്ങിപ്പോയി. ഒറിജിനൽ പ്രേമാൻ ചൊന്നെങ്കിൽ ഇതാണ് മഹബ്ബത്തിനെ അങ്ങ് രുചിച്ചാറ്. മഹബ്ബത്തിന് ചെന്നെങ്കിൽ വർഷത്ത് ഓർക്ക ഒരു മൗലിക ഓതിട്ട് നിപ്പാട്ടമുള്ളതല്ല, റബിയുൽ അവ്വൽ ഒരു ജാഥ പോയിട്ട് നിപ്പാട്ടമുള്ളതല്ല. പലപ്പോഴും ഞങ്ങളേത് അങ്ങനെ ആയി മാറും. അതല്ല, അത് ലൈഫാണ്. മഹബ്ബത്തിന് ചൊന്നെങ്കിൽ ഇഷ്കും ചൊന്നെങ്കിൽ ലൈഫാണ്. ജീവിതമേ അതാണ്. ഉഹദ് യുദ്ധം നടക്കണമെങ്കിൽ ടൈമുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊല്ലപ്പെട്ടിട്ട് ചെന്നപ്പ മദീനാകെ ഇളകി. മദീനത്തിൽ നിന്ന് പെണ്ണിങ്ങ ഓടി വന്ന അക്കൂട്ടത്തിൽപ്പെട്ടൊരു സ്ത്രീയാണ്. അയിമ വരുമ്പോ ചെന്നാറ് അയിമയുടെ മാപ്പിള ബാപ്പ മക്ക എല്ലാം യുദ്ധത്തിൽ ഒന്ന് ഷഹീദായിടാറ്. അയിമട്ടി ചെന്നാറ് നിങ്ങളുടെ ബാപ്പ മരിച്ചിട്ട് ഷഹീദായിട്ട് ചെന്നപ്പോ അയിമക അതിനെ പറ്റി ഒന്നും ചെല്ലുകയില്ല. അയിമ കേക്കടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ ഉണ്ടോ. പിന്നെ ചെന്നാറ് നിങ്ങളുടെ മാപ്പിള മരിച്ചിട്ടല്ലേ, ബാപ്പ മരിച്ചിട്ടല്ലേ, അതും വിഷയമേ അല്ല, മക്ക മരിച്ചിട്ടല്ലേ. ഇതൊന്നും ചെല്ലുമ്പോ അയിമ കേക്കട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ ഉണ്ടോ. ഇതാണ് മുഹബ്ബത്തിന്റെ ഒറിജിനാലിറ്റി അയിമല്ല ഞങ്ങൾ കണ്ടോണ്ടുള്ളൂ. അങ്ങ് ചെന്നാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തും ആയിട്ടില്ല, സേഫ് ആയിട്ടുണ്ടോ ചെന്നപ്പ അയിമ ചെന്നപ്പലക്ക കുല്ലു മുസീബത്തിൻ ബഅദഹു ജലൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സേഫ് ആയിട്ടുണ്ടായെങ്കിൽ അതല്ലാത്ത എന്തൊരു മുസീബത്ത്, ബാപ്പ മരിക്കട്ട്, ഉമ്മ മരിക്കട്ട്, മാപ്പിള മരിക്കട്ട്, മക്ക മരിക്കട്ട്, അതെല്ലാം എന്നൊക്കെ ഒരു വിഷയമേ അല്ല. ഞാൻ ഈ സംഭവം വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയ അൽ മുതനാഫിസൂന ഫീ മഹബ്ബത്തി റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ അൽ മുതനാഫിസാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹത്തിൽ മത്സരിച്ചെനിക്കത്തെ സ്പർദ്ധ കാട്ടിയെനിക്കത്തെ സ്വഹാബത്തിനെ ಬಗ್ಗೆ മാത്രം ചൊല്ല 2-3 പാർട്ടുള്ള കിതാബുണ്ട്. അതിലെല്ലാം മഹബ്ബത്തിലെ രസം അനുഭവിച്ച സ്വാലിഹാത്തുകളെ പറ്റിയാണ് വിശദീകരിക്കുന്നത്.
അള്ളാഹു ഞങ്ങളെ ബർക്കത്തുകൊണ്ട് നിങ്ങൾക്ക് തൗഫീഖ് തരട്ടെ. ഏത് ഇബാദത്ത് നടത്തുമ്പോഴും അത് കൽബുക ഇറക്കിയിട്ട് നടത്തുക സാധ്യമാവും, യാന്ത്രികാവുക തീരാം. റമദാന്റെ നോമ്പാവട്ട്, തറാവീഹ് ആവട്ട്, എണ്ണം ചൊല്ലത് കർത്തയില്ല, ക്വാലിറ്റിയാണ് കൂട്ടണേ. കുറെ എണ്ണം കൂട്ടിയിട്ടൊന്നും കാര്യമില്ല. കൂടെ ഏറ്റവും നല്ല മാധുര്യം കിട്ടണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് ചെന്നൊരു ഈമാൻ ഒരു മധുരമുണ്ടും ചെന്നു. മൻ ഒരാളിൽ 3 കാര്യം ഉണ്ടെങ്കിൽ സലാത്തും മൻകുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ. ഒരാളിൽ 3 കാര്യം ഉണ്ടെങ്കിൽ ഈമാന്റെ മാധുര്യം അവൻ അനുഭവിക്കടാണ്ടാണ്. സുബ്ഹാനല്ലാഹ്. ഹലാവത്തുൽ ഈമാൻ, ഈമാൻ ഒരു മാധുര്യം ഉണ്ടുണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിടിപാട്ടു. അവിടെ നക്ക് നന്റൊട്ടിയേക്ക ഈ മാധുര്യം നക്ക് അനുഭവിക്കുക ആയിടാ. എത്ര വർഷമായിട്ട് ഇബാദത്ത് എടുക്കുക തുടങ്ങിയിട്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഇതെല്ലാം ചെല്ലല്ലേ. ഇതൊരു ടേസ്റ്റ് നക്ക് അനുഭവിക്കുക ആയിടാ. ദുനിയാവിടെ എന്തെല്ലാം ഫുഡ് ടേസ്റ്റ് ഞാൻ അനുഭവിച്ചേ, ദുനിയാവിടെ പല രസങ്ങൾ ഞാൻ അനുഭവിച്ചേ. ഏത് ഫുഡ് വന്നെങ്കും എന്തും ആക്കുക. യൂട്യൂബ് നോക്കിയിട്ട് എന്ത് സാധനങ്ങൾ എങ്ങനത്തെതെല്ലാം ആക്കിടാറ്. വ്യത്യസ്തമായ ഐറ്റംസ് ആണ്, കയ്യും കണക്കുമില്ല. ഒരു കുക്ക് നല്ലൊട്ടി ചെന്നിട്ട് ഇത് കോളിരമേ 200 ഐറ്റംസ് ആക്കൂ സാധ്യ നക്ക് കളവാ നേരെ പഠിച്ചോണു കൊണ്ട്. എന്നാലും അത് വല്ലാത്തൊരു വിഷയമാണ്. ഏത് ഐറ്റംസ് മാർക്കറ്റിൽ വന്നെങ്കിലും അതിലെ കൊമ്പന്നിട്ട് രസം നങ്ങ് അനുഭവിക്കടാ, രുചി നങ്ങ് അനുഭവിക്കടാ. ഇവിടെയാണ് ഞാൻ നല്ലൊട്ടി എക്കൊണ്ടായ ഈമാൻ ഒരു മാധുര്യമുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നുറല്ലേ. ആ മാധുര്യം നക്ക് അനുഭവിക്കുക ആയിടാ. അത് അനുഭവിക്കൂ പല 2-3 കാര്യങ്ങളാണ് ചൊല്ല. അതിൽപ്പെട്ട ഒന്നാമത്തേതാണ് അയ്യക്കൂനല്ലാഹു റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അള്ളാഹുവും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾമാരായി മാറുമ്പോ ഈമാന്റെ മാധുര്യം കിട്ടുക ഒരു തെരുവാണ്. അള്ളാഹുടെ പിർസ കൽബിൽ നിറയണു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ടേസ്റ്റ് പിർസ കൽബിൽ അങ്ങ് നിറയണു. അത് വെറും പാട്ട് പാടിയിട്ട് കിട്ടുന്നതല്ല, സ്റ്റാറ്റസ് ഇട്ടത് കൊണ്ട് കിട്ടുന്നതല്ല, പ്രൊഫൈലിൽ പാട്ട് വെച്ചത് കൊണ്ട് അല്ലെങ്കിൽ എന്തോ ഫോട്ടോ വെച്ചത് കൊണ്ട് കിട്ടുന്നതല്ല. അതെല്ലാം ഒരു ബാഹ്യമായ ചില അടയാളങ്ങൾ മാത്രം. യാ റബ്ബി, ഒരു പെണ്ണ് സെറ്റാക്കണമെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു ആണ് സെറ്റാക്കണമെന്ന് വിചാരിക്കാം. അതുകൊണ്ട് പ്രൊഫൈൽ നോക്കിയിട്ട് വെറും സ്റ്റാറ്റസ് നോക്കിയിട്ട് തീരുമാനിക്കും പോലെയില്ല ആധുനിക കാലം. ഇതിന്റെ എല്ലാം സ്റ്റാറ്റസിന്റെ കാലാണ്, പ്രൊഫൈലിന്റെ കാലാണ്. അതിലെന്തോ ഇക്കൂ അതൊക്കെ നേരെ വിരുദ്ധാണ് ഓന്റെ ലൈഫിക്കടെ. ഉള്ള സ്റ്റാറ്റസിൽ എപ്പോഴും മഹബത്തിലെ പാട്ടയിക്കടോ, കസീദത്തുൽ വൃദ്ധമേ ഇക്കടോ. ഇതെല്ലാം ബാഹ്യമായ ചില കാര്യങ്ങൾ മാത്രമാണ്. ഈ മഹബത്ത് അത് നിന്റെ കൽബുകങ്ങ് ഇറങ്ങിയിടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്തും അള്ളാഹുടെ പിർസ ഈ മാധുര്യം കൽബുക ഇറങ്ങിയെങ്കെത്ത ഒരാള് അങ്ങ ചൊന്നതുക്ക് നേരെ എതിരാക്കടേ ഇല്ല. അങ്ങ് എത്രമാ ആൾമാരെ മങ്ങിലത്തേക്ക് പോയാ വലിയ വലിയ ആൾമാരാണ്. അങ്ങ് പഠിച്ചിരിക്കാറ്, അവൾ പഠിച്ചിരിക്കാൾ, അവനും പഠിച്ചിരിക്കാൾ. പക്ഷെ ഞങ്ങളെ മങ്ങിലത്തെ എന്തെല്ലാം അനാചാരങ്ങൾ ഞങ്ങൾ കാണണ്ട. മൗലിദ് ഓതിക്കൊണ്ടുണ്ടും അത് ചെന്നുകൊണ്ടുണ്ടും മേൽ നോക്കുമ്പോൾ അതിൽ എന്തെല്ലാം നൈറ്റർ പേര് എഴുതി വെച്ചതാണ് അടുത്ത് കുറെ പക്കം ഞാൻ കണ്ടു. സംഗതി ഇങ്ങ വലിയ ആൾമാരാണ്, അതൊന്നും ചൊന്നിട്ട് കാര്യമില്ല. ഈ അടുത്തൊരു ഉസ്താദിന്റെ വയ്ക്കുമ്പോൾ ചൊന്നു മങ്ങിലായി നോക്കുമ്പോ എല്ലോ ഹലാക്കടെ അനാചാരങ്ങൾ ഓണാക്കിട. അപ്പൊ ഞാൻ ചൊല്ലേ അതെല്ലാം ബാഹ്യമായ ചില കാര്യങ്ങൾ മാത്രമാണ്. ഇത് കൽബുക ഇറങ്ങാത്ത കാലത്തോളം യാന്ത്രികാവുടൂ. അവിടെയാണ് ഈമാന്റെ മാധുര്യം, ഇബാദത്തിന്റെ മാധുര്യം നക്ക് കിട്ടണായ മഹബത്ത് ടേസ്റ്റ്. അത് വല്ലാത്തൊരു വിഷയം. ഇപ്പൊ നിങ്ങൾ നല്ലൊട്ടി കേട്ടെങ്കിൽ നക്കാൽ ചൊല്ലൂ സാധ്യയില്ല. അത് എന്തിനേം ചൊന്നു ഓരോരുത്തരും അനുഭവിക്കണായതാണ്. അള്ളാഹു നമുക്ക് തരട്ട്. അപ്പൊ ഞാനൊരു 2 റക്അത്ത് നിസ്കരിച്ചെങ്കിൽ മയ്യാവും. ഞാനിങ്ങനെ 600 റക്അത്ത് നിസ്കരിക്കൊണ്ടില്ല, 1000 റക്അത്ത് നിസ്കരിക്കൊണ്ടില്ല. അതിങ്ങനെ മേലെ എനിക്കിടെ ഇടക്കിടെ ബുൾഡേ ഇതൊക്കെ പകരം ഒരു 2 റക്അത്ത് നിസ്കാരം ടേസ്റ്റ് രസത്തോടെ മാധുര്യത്തോടെ നിസ്കരിക്കുമ്പോ അത് വല്ലാത്തൊരു വിഷയമാണ്, അത്ഭുതമാണ്. അള്ളാഹു നമുക്ക് തരട്ട്. അവിടെ നിരന്തരമായി കൽബിൽ പഠിച്ചോണ്ട് ഇങ്ങനെ സ്നേഹിക്കും. ഇഹ്സാന്റെ ಬಗ್ಗೆ ചൊന്നു ഹദീസ് ജിബ്രീൽ ചൊന്ന് ഒരു വിശാലമായ ഹദീസുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഈമാൻ എന്തരേ ഇസ്ലാം എന്തരേന്ന് കേട്ടെടുത്തു. അതിൽ 3ാമത്തേതാണ് ഇഹ്സാൻ എന്തരേന്ന് കേട്ടപ്പോ അൻതഅബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. ഇതാണ് യഥാർത്ഥത്തിൽ ഇബാദത്തിലെ ഈമാന്റെ വളരെ പെർഫെക്റ്റ് ആയ ഹന്ത. ഇതാണ് അവിടെയാണ് എത്തണേ. അൻതഅബ്ദുല്ലാഹ കഅന്നക തറാഹു. നീ ഒരു ഇബാദത്താക്കുമ്പോ, നീ ഒരു സൽക്കർമ്മങ്ങൾ നന്മയാക്കുമ്പോ റബ്ബുടെ നീ കാണ്ടേന്ന് ചൊല്ലുടെ ബോധത്തിൽ നീ ഇബാദത്താക്കണം. അപ്പൊ ഞാനൊരു നിസ്കാരത്ത് കൈകെട്ടുമ്പോ നന്റെ റബ്ബുടെ ഞാൻ കണ്ടോണ്ടുള്ളേന്ന് ചൊല്ലുടെ അന്തത്തില് ഞാൻ എത്തണോണ്ടാ ചൊന്നോണ്ടുള്ളേ. യാ റബ്ബി, അങ്ങനെ റബ്ബുടെ നക്ക് കണ്ടോണ്ടുണ്ടു. ഇത് വല്ലാത്തൊരു ഹന്താണ്. ഇനി 2ാമത്തെ ഒരു ഹന്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നത് അതിപ്പോ എല്ലാവർക്കും ആവില്ല അല്ലേ. ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നീ നിന്റെ റബ്ബുടെ കണ്ടില്ലെങ്കിലും നിന്റെ റബ്ബു നിന്റെ കാണ്ടാന്ന് ചൊല്ലുടെ ബോധമെങ്കിലും വേണു. ഇത് 2 സ്റ്റെപ്പുള്ളവ, 2 ഹന്ത. 3ാമത്തെ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹ്സാൻ വിശദീകരിച്ചതേ ഇല്ല. ഇഹ്സാൻ ചൊന്നെങ്കിൽ എന്തിനെന്ന് കേട്ടപ്പോ ನಾನು ಇಬಾದತ್ತಾಕುಂಬ ನನ್ನ ರಬ್ಬುಡ ನಕ್ಕ നേർക്ക് നേരെ കണ്ടോണ്ടുണ്ടു. ഇത് 1ನೇ ഹന്ത. ഇത് അങ്ങേയറ്റത്തെ ഹന്താണ്. അത് ആവില്ല എങ്കിൽ നന്റെ റബ്ബ് കാണ്ടാൻ ചൊല്ലുടെ ബോധം വേണം. ബൈക്കിൽ പോണ്ടെങ്കിത്ത ആള്, വാഹനത്തിൽ പോണ്ടെങ്കിത്ത ആള് എതിരിൽ പോലീസിനെ കണ്ടോണ്ടുണ്ടായെങ്കിൽ ഒരു ഹന്താണ്. ആ സമയത്ത് അവനെല്ലാ റെഡി ആയിട്ട് നിയമങ്ങൾ പാലിച്ചിട്ട് പോണ്ട. ഇനി പോലീസിന്റെ കൂടെയും കാണ്ടില്ലേ,
പക്ഷേ പോലീസ് ഹദ്ദു കണ്ണുണ്ടു, ചീത്തിയുണ്ടു, അതുണ്ടു, ഇതുണ്ടു. പോലീസിന്റെ നക്ക് കണ്ടില്ലെങ്കിലും നന്റെ പോലീസ് കണ്ടെന്ന് ചൊല്ലെ ബോധമുള്ളവനും നിയമം പാലിച്ചിട്ടേ പോണ്ട. ഇത് ജണ്ടേ ഉള്ളു. അല്ലാത്തവനക്ക് പിന്നെ ബോധമില്ല, അവന് ഉട്രാസിയാണ്. ഇഹ്സാൻ ചൊന്നെങ്കിൽ എന്തിനാണ് കേട്ടപ്പ നിന്റെ റബ്ബുടെ നീ കണ്ടോണ്ടുള്ള ചൊല്ലെ രൂപത്തിൽ ഇബാദത്താക്കണു. അപ്പൊ അള്ളാഹു അക്ബർ ചൊന്ന് കൈകെട്ടിയെങ്കിൽ അള്ളാഹു മഹാനാണ്, ഏറ്റവും വലിയ ആളാണ്. അത് ചെല്ലുമ്പോ എനക്ക് ഹുസൂവും ഹൈബത്തും അതെല്ലാം നിന്റെ കൽബ് വന്നിട്ട് അതൊരു വല്ലാത്ത നിസ്കാരമാവും. അങ്ങനത്തെ നിസ്കാരമാണ് ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. എല്ലാ മോശത്തെ തൊട്ടു, വ്യഭിചാരങ്ങളെ തൊട്ടു, വെടക്കിടെ തൊട്ടു ഈ നിസ്കാരം തടയിലും ചൊന്നത് ആ നിസ്കാരാണ്. അല്ലാണ്ട് എന്തെല്ലാം നിസ്കരിക്കടി പുറത്ത് വന്നിട്ട് തപ്പാക്കിട അതല്ല. ഇങ്ങനെ ഒരു ഹന്തത്ത് എത്തിയെങ്കെത്ത നിസ്കാരം അങ്ങനെ നിസ്കരിക്കಡೆಂಕೆತ್ತ ആൾക്ക് ഒരു തപ്പുമാക്കുക സാധ്യയില്ല. മൊത്തത്തിൽ വൽഹാസിൽ ഒണ്ടേ വാക്യದಲ್ಲಿ ചൊല്ലെങ്കിൽ റബ്ബുടെയാണ് സ്നേഹിക്കണായേ. മഹാന്മാർ ചെന്നാറ് ദുനിയാവിൽ കുറെ കോടീശ്വരന്മാർ കഴിഞ്ഞു പോയാറ്. കയ്യും കണക്കുമില്ലാത്ത സമ്പത്ത് അൻകൊണ്ടു എത്ര ഉണ്ടുണ്ട് അവനക്ക് ഗൊന്തയില്ല. അത്രയും വലിയ കോടീശ്വരനാണ്. അവന് സുബൈക്ക് ചായ കുടിക്കുന്നത് ചിലപ്പോ ഡൽഹിയിലായിട്ടിക്കും. അവൻ ഉച്ചക്ക് ചോറുണ്ണുന്നത് അബുദാബിയിലാണ്. അവൻ അസർക്ക് എത്തുന്നത് റിയാദാണ്. അങ്ങനെ ലോകത്ത് മൊത്തം ചുത്തിറങ്ങിക്കെത്ത ഒരാൾ വലിയ കോടീശ്വരൻ. ഏത് ഫുഡ്രെ സുഖവും രസവും മാധുര്യവും അവന് ഗൊന്തുണ്ട്, അവനത് അനുഭവിച്ചില്ല. പക്ഷെ ഞങ്ങളെ ಬಗ್ಗೆ മഹാന്മാർ ചൊന്നത് മസാക്കീനു അഹ്ലി ദുനിയാ, ദുനിയാവുടെ ആൾമാരിൽ അങ്ങ് മിസ്കീന്മാരുണ്ട. യാ റബ്ബി, ഇത്രയും വലിയ കോടീശ്വരന്മാരെ ಬಗ್ಗೆ നമ്പർ 1 കോടീശ്വരന്മാരെ ಬಗ್ಗೆ മിസ്കിന്മാരും ചെന്നെങ്കാവാ. അങ്ങ് മിസ്കിന്മാർ എന്തേ അങ്ങ് ലോകത്തുള്ള എല്ലാ ഫുഡ് ടേസ്റ്റ് അനുഭവിച്ചാരെങ്കിലും ലം യദൂഖു അത്യബ മാ ഫീഹാ, ആ ലോകത്തുള്ള ഒന്ന് ഉണ്ടു അത് ഏറ്റവും രസമുള്ളതാണ്, മധുരമുള്ളതാണ്. ആ ടേസ്റ്റ് അങ്ങ് അനുഭവിച്ചില്ലേ. അതെന്താണ്? അത് മഅരിഫത്തുല്ലാഹ്, അള്ളാഹുടെ ബഗ്ಗೆയുള്ള അറിവാണ്. അള്ളാഹുടെ ബഗ്ge നന്റെ പടച്ചെങ്കെത്തെ നന്റെ പരിപാലിക്കಡೆಂಕೆത്തെ നക്ക് ഈ സെക്കൻഡ് വരെ ശ്വാസം തൊന്നെങ്കെത്ത റബ്ബുടെ ബഗ്ge ഒരു 5 മിനിറ്റ് ചൊല്ലറും ചൊന്നെങ്കിൽ നക്ക് ചൊല്ലു സാധ്യവുണ്ടാ? ചൊല്ലുകാവുടാ? നന്റെ റബ്ബുടെ ബഗ്ge ഞാൻ പഠിച്ചേ, നന്റെ റബ്ബുടെ ബഗ്ge നക്ക് മഅരിഫത്തുണ്ടാ? അവനൊട്ടിയെ നക്ക് ഫിർസവുണ്ടാ? കർപ്പുഞ്ചായെങ്കെത്ത പെണ്ണ് സുബ്ഹാനല്ലാഹ്, ഒന്നാമത്തെ തിങ്കൾ മുതലേ ഒന്നാമത്തെ വാരം മുതലേ എത്ര വട്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടേ, എത്ര ഡോക്ടറെയാണ് കാണ്ടേ, എത്രമോ ഹോസ്പിറ്റലിൽ ചുറ്റിയിട്ട് ഇറങ്ങിയിട്ട് കയറിയിട്ടെല്ലാം പറ്റിയിട്ട് ഇറങ്ങിയോണ്ട് ഇക്കിട് പോകണ്ടാണ്ടല്ല ഞാൻ ചൊല്ലിക്കട്ട്. പക്ഷേ അവിടെ എല്ലാം അങ്ങനെ പോയിട്ട് ഒലിമ്പോ തിങ്കളാവുമ്പോ യാ റബ്ബി ഓൾ പെട്ടാൽ അങ്ങനെ പെട്ടൽ പിന്നെ ഈ ഡോക്ടർ മതഹാൻ ഓളിങ്ങനെ ചൊന്നോണ്ടിക്കടെ. അത് വല്ലാത്തൊരു ഡോക്ടറാണ്. അയാളെ മുട്ട പോയത് കൊണ്ട് ഞങ്ങൾ ബച്ചാവായ, അയാളെ മുട്ട പോയത് കൊണ്ട് രക്ഷപ്പെടുത്തിയ ഞാൻ കേക്കട്ട. ഈ ഡോക്ടർ എന്താക്കൂ സാധ്യാണ്? ഈ ഡോക്ടർ ഇത്രയും തിങ്കൾ ഇമാതിരി ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് ഒരു ജാഗയില്ല. പിന്നെ ബാക്കി ഇഞ്ചക്ഷൻ കൊടുത്തിട്ടും തിന്നിട്ടും മാത്രമേ അങ്ങനെ അവസാനം ഓൺ ചൊല്ലേ വെറും സാധ്യയില്ല. പിന്നെന്താക്കണു? ഓപ്പറേഷൻ ആക്കണു. ഓനങ്ങ് കീറി മുറിച്ച അങ്ങനെ ഈ ഡോക്ടർക്ക് സാധ്യമുള്ളത് ആ കിടാവ് പുറത്ത് വരുമ്പോ ഒന്നാ ഇങ്ങനെ പിടിക്കൂ, അല്ലെങ്കിൽ ആവില്ലാണ്ടായെങ്കിൽ വയറങ്ങ് കീറു. ഇത് ജണ്ടല്ലാണ്ട് വേറെ എന്താണ് ഈ ഡോക്ടർക്ക് സാധ്യ? പിന്നെ സുർവൈത്ത് പിന്നെ നന്റെ ഏറ്റവും മുട്ടത്താൾമാരുടെ ലിസ്റ്റിൽ ഈ ഡോക്ടറും ഈ ഹോസ്പിറ്റലും പെട്ടിട്ട് പിന്നെ അങ്ങളെ മതഹാണ്. അങ്ങളെയാണ് 100 വട്ട ചൊന്നുകൊണ്ടിരിക്കല്. പക്ഷേ ഇതെല്ലാം നക്ക് സുലഭാക്കി തന്നെങ്കെത്ത സുമ്മ സബീല യസ്സറ, തെരു സുലഭാക്കി തന്നെങ്കെത്ത റബ്ബുടെ ഒരു നാൾ വരെ ഞാൻ സ്തുതിച്ചില്ല. ആ റബ്ബുടെ ഞാൻ ചെന്നില്ല. ഞാൻ ഡോക്ടറെ മതക് ചെന്നെ, നഴ്സറെ മതക് ചെന്നെ, ഞങ്ങളെ മതക് ചെന്നെ. ഇവിടെയാണ് മഅരിഫത്തുല്ലാഹ് ചൊല്ലത് ഏറ്റവും പ്രാധാന്യമായിട്ട് ഞങ്ങൾ കണക്കിലെടുക്കണായി. എന്റെ റബ്ബുടെയാണ് ഞാൻ പഠിക്കണായി, അവന്റെയാണ് അറിയണായി. അവൻ അർഹമുർ റാഹിമീനാണ്, ഏറ്റവും വലിയ കാരുണ്യവാനായ റബ്ബാണ്. ആ റബ്ബുടെ ಬಗ್ಗೆ ഞാൻ പഠിച്ചാണ്ടായെങ്കിൽ എന്റെ ഇബാദത്തിന് നല്ല ടേസ്റ്റ് വന്നു. ആ റബ്ബുക്ക് ഞാൻ ഒരു തപ്പാക്കും പോണ്ടില്ല. അവൻ വലിയ റഹ്മത്തുള്ളെങ്കെത്ത ആളാണ്. ഖുർആന്റെ തുടക്കത്തിലെ പരിപാടിയത് അവൻ ശിക്ഷിക്കട റബ്ബുണ്ടല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവൻ റഹ്മാനാണ്, കാരുണ്യം തന്നെങ്കെത്ത റബ്ബാണ്. വഹുവൽ ഗഫൂറുൽ വദൂദ്. അവൻ ധാരാളം പുറത്തു കൊടുക്കಡೆಂಕೆത്ത ആളാണ്. അവൻ ഭയങ്കര സ്നേഹിക്കಡೆಂಕೆത്ത ആളാണ്. ഈ റബ്ബുടെ ഇങ്ങനെ പഠിച്ചിട്ട് ഞാൻ ഒരു നോമ്പെടുക്കണം, ഇങ്ങനെ പഠിച്ചിട്ട് ഞാൻ ഒരു നിസ്കരിക്കണം. അല്ലാഹ് ആ നിസ്കാരത്തെ ആ നോമ്പുടെ ടേസ്റ്റ് ഭയങ്കര. നന്റെ റബ്ബു ഭയങ്കര. അവൻ നന്റെ എല്ലാ അർത്ഥത്തിലും ഏത് സെക്കൻഡിലും സഹായിക്കಡೆಂಕೆത്ത റബ്ബാണ്. ഒരു 80 വർഷ തപ്പാക്കിയെങ്കെത്ത ആളുണ്ടോണ്ട് വിചാരിക്കാം. ആ തപ്പാക്കിയ ആളുടെ 80ാമത്തെ വർഷത്തിൽ ഒരു റമദാൻ വന്നിട്ട് നന്നാവണം ചൊന്നിട്ടു അവനക്ക് തോന്നിയിട്ട് എങ്കിൽ അവനക്ക് നന്നാവാ. അവൻ റബ്ബുടെ ഉന്നലാണ് പോണ്ടേ. പഠിച്ചുകൊണ്ട് ഉന്നൽ പോകുമ്പോ ഒരു സെക്യൂരിറ്റിയും അവിടെ ഇല്ല, ഒരാളും നന്റെ തടയുകില്ല, ഒരു വായിലും ബന്ധാക്കില്ല. ആർക്കും റബ്ബുടെ മുന്നൽ പോവാ. ഏത് വലിയ കുറ്റവാളിക്കും പോകാം. മനുഷ്യന്മാർ അങ്ങനെയല്ല. ഒരാൾ ഒരു തപ്പാക്കിയിട്ടുണ്ടായി പിന്നെ അവന്റെ ദൂരാക്കിക്കൊണ്ടിരിക്കാറ്. റബ്ബ് അങ്ങനെയല്ല. 80 വർഷ തപ്പാക്കിയെങ്കെത്ത ആൾക്കും റബ്ബുടെ മുന്നിൽ പോയിട്ട് മാഫ് ചൊല്ല, റബ്ബെ തപ്പായി പോയി, 80 വർഷ നിന്റെ ഞാൻ മറന്ന്, നിക്കെല്ലാ തെറ്റുകളും ഞാൻ ആക്കിയ. പക്ഷേ ഈ സെക്കൻഡിൽ കണ്ണീർ ഹരിಸಿ നിന്റൊട്ടിಗೆ ഞാൻ കേട്ടോണ്ടുള്ള, നീനക്ക് മാഫാക്കണോ റബ്ബുടൊട്ടിಗೆ അങ്ങ് ചെന്നെങ്ക് ഓന്റെ കണ്ണ് കൽബങ്ങ് പൊട്ടിയിട്ട് കണ്ണിൽ നിന്ന് കണ്ണി വന്ന് എത്ര മെയ്യാവും. റബ്ബുകത് മെയ്യാവും. പഠിച്ചോൻ അവൻ സ്വീകരിക്കണം. അതാണ് ഖുർആൻ ചൊല്ലെ സൂറത്തുൽ ഫുർഖാൻ. ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസന. ഈ ആയത്ത് ഓതിയപ്പോൾ ഞാൻ തക്ബീർ ചെന്ന് അല്ലാഹു അക്ബർ സന്തോഷം കൊണ്ട് തക്ബീർ ചെല്ലണം. കാരണം അള്ളാഹു ചെല്ല എത്ര വലിയ കുറ്റവാളിയാണെങ്കിലും
തൗബാക്കിയെങ്കെത്ത ആള്, സൽക്കർമ്മമാക്കിയെങ്കെത്ത ആള്, ഈമാനുള്ളെങ്കെത്ത ആള് നന്റെ മുട്ട തൗബാക്കി വന്നാണ്ടായെങ്കിൽ അവന്റെ ഞാൻ സ്വീകരിക്കേ 80 വർഷത്തിൽ ബോധോദയം ആയെങ്കെത്ത ആളെ പടച്ചോൻ സ്വീകരിച്ച. എന്നിട്ടോ യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, 80 വർഷത്തെ കൊണ്ട് തപ്പുകൾ എല്ലാം മായ്ക്കപ്പെട്ട്, പക്ഷെ ഒരു നന്മയില്ലല്ലേ. ബേജാറാവണ്ട, അള്ളാഹു ചൊന്ന നീ 80 വർഷത്തിലാക്കിയെങ്കെത്ത തെറ്റുകൾ ഉണ്ടല്ലേ, വെടക്കുണ്ടല്ലേ, അതൊരു നന്മയായിട്ട് ഞാൻ ബദലാക്കടേ. ബ്ലാങ്ക് ഇല്ല, അത് നന്മയായിട്ട് മാറ്. ഇങ്ങനത്തെ ഒരു മുതലാളി ഉള്ളാണ്, ഇങ്ങനത്തെ ഒരു പണക്കാരനുള്ളാണ്, ഇങ്ങനത്തെ ഒരു ബാപ്പ ഉണ്ടാ, ഇങ്ങനത്തെ ഒരു ഉമ്മ ഉണ്ടാ. 80 വർഷത്തെ തപ്പുടെ തമ്മാടിത്തരങ്ങൾ, വെടക്ക്, കളവ് ചൊന്നത്, കള്ളു കുടിച്ചതെല്ലാം തൗബ ആക്കി വരുമ്പോ അതരെല്ലാം നന്മകളാക്കി പടച്ചോൻ ബദലാക്കിയാൻ ചൊന്നെങ്കിൽ അവന്റെ പോലെ കാരുണ്യമുള്ളെങ്കിൽ ആൾ ആരാണ്? റൗത്തുക്ക് പെരുന്നാളിലുണ്ട് നല്ല സാധനം ബാബ കൊമ്പത്തിന് പേരിക്ക, ഫ്രിഡ്ജ് കൊമ്പത്തിന് പേരിക്ക, അല്ലെങ്കിൽ എന്തോ വേറൊന്ന് ഗോഡ്രേജ് കൊമ്പത്തിന് പേരിക്ക, എന്തോ ഒരു ഗ്ലാസ്സിലെ സാധനം കൊമ്പത്തിന് പേരിക്ക. അതിരെ മോണ പൊട്ടുവാട്ടിയാൽ തപ്പിട്ട് പൊട്ടിയതാണ്. അങ്ങനെ പൊട്ടിയപ്പോ ബാപ്പം പറയില്ല, ഉമ്മം പറയില്ല, സംഗതി ലോകത്ത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾമാരാണ്. അങ്ങനെ എന്റെ പറയില്ല. പിന്നെ പോവട്ടെ എന്താക്കണമെന്ന് ചൊന്ന് ബുഡ്ര. പിത്യാമത്തെ വർഷത്തെ പെരുന്നാൾ ആവുമ്പോ അപ്പകൾ നെനപ്പാവൂ, ഉമ്മകും നെനപ്പാവൂ. കഴിഞ്ഞ വർഷമല്ലേ പെരുന്നാളിലണ്ട് ഇന്നാലിന്ന സാധനം കൊമ്പന്ന് അതിൽ നീയല്ലേ പൊട്ടുവാട്ടിയും ചൊന്നിട്ട് അങ്ങനെ നെനപ്പാക്കിടാറ് ഗ്യാരണ്ടിയാണ്. അതേ സമയത്ത് റബ്ബ് അങ്ങനെ അല്ലാവാ. ഒരു തപ്പാക്കിയെങ്കിൽ അവന്റെ ഒറ്റയ്ക്ക് തൗബ കേട്ടിട്ട് മാപ്പ് തന്നാണ്ടായെങ്കിൽ പിന്നെ അവൻ നെനപ്പാക്കില്ലേ. വഹുവൽ ഗഫൂറുൽ വദൂദ്, അവൻ ധാരാളം പൊറുത്തു തന്നെങ്കിൽ റബ്ബാണ്. അൽ വദൂദ്, അവനക്ക് ഭയങ്കര സ്നേഹാണ്, സൃഷ്ടികളൊട്ടിಗೆ ഭയങ്കര സ്നേഹാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇത് വിശാലമായ അധ്യായമാണ്. റബ്ബിടെയാണ് സ്നേഹിക്കണായ ഹലാവത്തുൽ ഈമാൻ, ഈമാന്റെ മാധുര്യം. ഞാൻ ചെന്നത് റബ്ബുടെ ಬಗ್ಗೆ പഠിച്ചിട്ട്, അള്ളാഹുടെ ಬಗ್ಗೆ പഠിച്ചിട്ട് ഞാൻ ആ കടങ്കത്തെ ഇബാദത്ത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പൊ അള്ളാഹുടെ മുന്നിൽ കൈകെട്ടുമ്പോ, അള്ളാഹു അക്ബർ ചെന്നിട്ട് കൈകെട്ടുമ്പോ അത് അള്ളാഹുടെ മുന്നിൽ മുനാജാത്തിലാണ് നാൻ നിന്നോണ്ടുള്ള സംഭാഷണമാണ് നാൻ നിന്നോണ്ടുള്ള. ദുനിയാവിടെ ഒരു MLA മുന്നിൽ പോകുമ്പോ, ഒരു MP മുന്നിൽ പോയിട്ട് വേണ്ട ഏതോ ഒരു ആദരിക്കപ്പെടുന്നെങ്കിൽ ഒരാളെ മുന്നിൽ പോയിട്ടുണ്ടായെങ്കിൽ എത്ര നല്ല ആദരവാണ്, എത്ര ഗൗരവമാണ് അവിടെ കൊടുക്കൂടെ. എങ്കിൽ ഇത് റബ്ബുൽ ആലമീനാണ്, മാലിക്കുൽ മുൽക്കാണ്, അവന്റെ മുന്നിലാണ് ഞാൻ നിൽക്കടെ. ആ സമയത്ത് നിന്റെ ഭയം എത്രയാണ്, ഭക്തി എത്രയാണ്. അങ്ങനെയെല്ലാം ചിന്തിച്ചിട്ട് റബ്ബുക ഇബാദത്താക്കുമ്പോ അത് വല്ലാത്തൊരു മാധുര്യമാണ്. അത് അനുഭവിക്കുക മുഅ്മിനീങ്ങളായ ആൾമാർ ആവണുണ്ടാണ്. റബ്ബുടെ അങ്ങ് സ്നേഹിക്കണു, നിരന്തരമായ സ്നേഹം. അപ്പൊ അള്ളാഹു ശിക്ഷിക്കില്ലേ? തപ്പാക്കിയെങ്കിൽ ആൾമാർ തൗബാക്കില്ലെങ്കിൽ ശിക്ഷിക്കുക. പക്ഷെ റബ്ബുടെ പേടിക്കടേന്ന് ചൊന്നെങ്കിൽ എന്താണ്? പേടിച്ചിട്ട് ഇങ്ങനെ എന്തോ റബ്ബും ചൊന്നെങ്കിൽ ഇങ്ങനെ പേടിപ്പാട്ടിറങ്ങിയ ആളാണ്, ശിക്ഷിക്കിറങ്ങിയ ആളാണ്. അങ്ങനെയല്ല പടച്ചോണ്ട് പഠിക്കണേ. പടച്ചോണ്ട് റഹ്മത്തിലൂടെയാണ്. ഞാൻ നേരത്തെ ചൊന്ന വിഷയങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് പടച്ചോണ്ട് പഠിക്കണേ. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ചെന്ന് മൻ ഖാഫ ശൈഅൻ ഹറബ മിൻഹു, ഒരാൾ ഒരു വസ്തുരെ പേടിച്ചാണ്ടായെങ്കിൽ അതിൽ നിന്ന് ഓടുറാണ്ട. ഒരാൾക്ക് തീരെ പേടിയായിത്തിന് പേടിക്കാം, ഇങ്ങനെ തീരെ മുട്ട ആറും ഓടില്ലേ, തീയിൽ നിന്നാണ് ഓടുറ്. അഞ്ഞ തീ കത്തിയോണ്ടുണ്ട് വലിയ പിന്നെ തീപിടുത്തം ഉണ്ടായിട്ടുണ്ടായെങ്കിൽ ആ തീരെ മുട്ട ഞങ്ങൾ ഓടില്ലേ, അതിൽ പേടിച്ചിട്ട് ഞങ്ങൾ ഓടുക. ഞങ്ങൾക്കത് തട്ടണ്ടാന്ന് ചൊന്നിട്ടു. വലിയ പ്രളയം വന്നോണ്ടുണ്ട്, പ്രവാഹം അപ്പുറത്ത് വന്നോണ്ടുണ്ടോ പേടിക്കാം, എങ്കിൽ അതിരെ മുട്ട അതുക്ക് ഭൂലോകം ആറും പോണ്ടില്ല, അതിരെ തൊട്ടാണ് ഓടുറ്. എപ്പോ അങ്ങനെയാണ്. ഒരു സിംഹം എതിരിൽ വന്നിന് പേടിക്കാം, എന്റെ ഓടവാട്ടിയുണ്ടു. സിംഹത്തെ മുട്ട ഞാൻ ഓടില്ല, സിംഹത്തെ തൊട്ടാണ് ഞാൻ ഓടുറേ. പാമ്പ് വന്ന്, വിഷമുള്ള പാമ്പ് എന്റെ കടിക്കോ വന്നിട്ടുണ്ടായെങ്കിൽ ഞാൻ ആ പാമ്പിൽ നിന്ന് രക്ഷപ്പെടുക ഓടുറെ. എത്ര വ്യക്താണിത്. മൻ ഖാഫ ശൈഅൻ ഹറബ മിൻഹു, ഒരാൾ ഒരു വസ്തുരെ പേടിച്ചാണ്ടായെങ്കിൽ അതിൽ നിന്ന് ഓടുക. പക്ഷേ ഒമൻ ഖാഫല്ലാഹ ഹറബ ഇലൈഹി, ഒരാൾ അള്ളാഹുടെ പേടിച്ചാൻ പേടിക്കും. പടച്ചോണ്ട് പേടിക്കലേന്ന് ചൊന്നെങ്കിൽ എന്താണ്? ഹറബ ഇലൈഹി, പടച്ചോന്റെ മുട്ടാണ് ഓടണേ. പടച്ചോനിൽ നിന്ന് ഓടുക സാധ്യയില്ലേ. സിംഹത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുക ആവുടൂ, പാമ്പിൽ നിന്ന് ഓടി രക്ഷപ്പെടുക ആവുടൂ, അള്ളാഹുവിൽ നിന്ന് ഓടി രക്ഷപ്പെടുക ആവൂല്ലേ. അപ്പൊ അള്ളാഹുടെ പേടിക്കടേന്ന് ചൊന്നെങ്കിൽ അതരർത്ഥം ഹറബ ഇലൈഹി, അള്ളാഹു ആണ് ഓടുറെ. അതാണ് ചൊന്നെ. തപ്പുകൾ ആക്കിയെങ്കിൽ മുഅ്മിനത്തായ ആണ് പെണ്ണ് അങ്ങ യാ റബ്ബി രക്ഷപ്പെടുകയുള്ള വഴി എന്താണ്? ആ വഴി നിന്റെ മുട്ട പണ്ടത് മാത്രം, വേറെ ഒരു വഴിയുമില്ല. ഒരു ചെറിയ കിടാവ് തപ്പാക്കിത്തിന് പേരിക്കാം, വാപ്പ അടിക്കോ നോക്കൂടു, അല്ലെങ്കിൽ ഉമ്മ അടിക്കോ നോക്കൂടു, നിന്റെ ഞാൻ ബുടുല്ലാൻ ചൊല്ലു. ആ തപ്പു പിന്നെയും ആ കിടാവ് ആവർത്തിച്ചിത്തിന് പേരിക്കാം. ഉമ്മ ആ കിടാവിടെ പിടിക്കരുത്. ഈ കിടാവ് വന്നിട്ടുണ്ട് ഉമ്മയെ തൊട്ട് രക്ഷപ്പെടുക സാധ്യമേ അല്ല. ഞാൻ എവിടെ ഓടിയെങ്കും ഉമ്മ നിന്റെ പിടിക്കടെ ഗ്യാരണ്ടിയാണ്, വാപ്പ നിന്റെ പിടിക്കടെ ഗ്യാരണ്ടിയാണ്. ആ സമയത്ത് ഈ കിടാവ് ആക്കടെ തെരുവെന്തര വന്നിട്ടുണ്ടാ, ഈ കിടാവ് നേരെ ഓടി വന്നിട്ട് ഉമ്മടങ്ങ് അരകിപ്പിടിക്കരുത്, വാപ്പടങ്ങ് അരകിപ്പിടിക്കരുത്. കാരണം വാപ്പയിൽ നിന്ന് രക്ഷപ്പെടുക വഴിയില്ല, ഉമ്മയിൽ നിന്ന് രക്ഷപ്പെടുക വഴിയില്ല. അതുകൊണ്ട് വഴി ഒന്ന് മാത്രമാണ്, അങ്ങക്ക് പോയിട്ട് ശരണാവിടെ അങ്ങ് അരകിപ്പിടിച്ചെങ്കിൽ ഇത്രയും സ്ട്രോങ് ഉള്ളെങ്കെത്ത ബാപ്പയുടെ ആ സ്ട്രോങ് ചൂടങ്ങ് എലിഞ്ഞിപ്പോണ്ടു, ഉമ്മയുടെ ചൂടങ്ങ് എലിഞ്ഞിപ്പോണ്ടു. ആ കിടാവുടെ ചുംബിക്കരുത് ഉമ്മ ബാപ്പ. അതുപോലെ മനസ്സിലാക്കൂ, അള്ളാഹു എത്ര തെറ്റുകളാക്കിയെങ്കിൽ അടിമയാണെങ്കിലും ബോധോദയം പറഞ്ഞു എപ്പോഴും ഞാൻ ഇങ്ങനെ കൂതിയറാം. റബ്ബെ നിന്റെ മുന്നിൽ ഞാൻ മടങ്ങിയോണ്ടുള്ളേ. അവണു കാണു ഓടണായ ഹറബ ഇലൈഹി, അള്ളാഹുടെ മുട്ട ഓടണുണ്ടാണ്. ഇമാമുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു ചൊല്ലെ. അങ്ങനെ പഠിച്ചുകൊണ്ട് പഠിക്കലല്ലാണ്ട് വേറെ തെറു ഇബാദത്തിന്റെ ടേസ്റ്റ് അനുഭവിക്കുക ഇല്ലാണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അള്ളാഹുടെ അറിയുമ്പോ മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബ അല്ലാഹു ലിഖാഅ,
അള്ളാഹുടെ കാണുന്നുണ്ട് ഒരാൾ ഇഷ്ടപണ്ടുണ്ട് റബ്ബുടെ നക്ക് കാണുന്നു. കാരണം ഞാൻ അവന്റെ അറിഞ്ഞ് അവന്റെ ഞാൻ സ്നേഹിച്ച് അങ്ങനെ സ്നേഹിക്കുമ്പോ സ്നേഹിക്കപ്പെട്ടെങ്കെത്ത മഹബൂബുടെ നക്ക് കാണുന്നു. യഥാർത്ഥത്തിൽ നിന്റെ സ്നേഹിക്കടവും നിന്റെ ബച്ചാവാക്കിടവും അള്ളാഹു മാത്രമാണ്. ഒരു ഭർത്താവും ഒരു ഉമ്മയും ഒരു അബ്ബയും ലോകത്ത് എങ്ങനത്തെ ഫ്രണ്ട് ചൊന്നെങ്ങും അതെല്ലാം കബറിന്റെ മേൽത്തോളം മാത്രമാണ്. നാണ് ഒറ്റക്കാവുമ്പോ നിന്റെ ബച്ചാവാക്കുന്നത് നിന്റെ റബ്ബാണ്. അതുകൊണ്ട് ഗസാലി ഇമാം ചൊല്ലിച്ചു, ഇത്തഖിദില്ലാ സ്വാഹിബ, നീ ഫ്രണ്ട് ആക്കണായത് നിന്റെ റബ്ബുടവാ, അള്ളാഹുടെയാണ് നീ ഫ്രണ്ട് ആക്കണേ, പടച്ചോണ്ടെയാണ് ഞാൻ ഫ്രണ്ട് ആക്കണേ. ആരും രക്ഷപ്പെടുത്തുകയില്ലേ, നമ്പുണായത് അള്ളാഹുടെ മാത്രമാണ്. ഞങ്ങളെ കഴിഞ്ഞ വർഷ ഇന്നെങ്കത്തെ ഒരു മുഅദ്ദിൻ ഇടക്ക് മരണപ്പെട്ടു പോയിട്ട് അള്ളാഹു അയാളെ ഖബർ സ്വർഗാക്കട്ടെ. ഒരു നാൾ ജുമാഅത്ത് ഞാൻ ഇങ്ങനെ ഖുതുബത്ത് വത്തു നിൽക്കുമ്പോ അയാൾ റൂമുക്ക് വന്നിട്ട് കേടുത്തു, ഉസ്താദ് ആരെ നമ്പട്ട്, അയാൾ ആരോ പലക്ക കൊടുത്തിട്ട് അയാളെ വഞ്ചിച്ചാറ് എന്തോ ആക്കിയാർ. അയാൾ ചെന്നത് ആരെ നമ്പട്ട്, ഞാൻ ചെന്ന ഒന്നേ വാക്യದಲ್ಲಿ ഇപ്പൊ ഞാൻ ഉത്തര ചൊല്ലി അള്ളാഹുടെ നമ്പറും പടച്ചോണ്ടെയാണ് നമ്പനായി, അള്ളാഹുടെയാണ് സ്നേഹിക്കണായി ഇഷ്ടപ്പെടണായി. അതിനർത്ഥം ദുനിയാവിൽ ആരെയും സ്നേഹിക്കണ്ടാണ്ടല്ല, ആ സ്നേഹത്തിലെല്ലാം ഒരു പരിധി ഉണ്ടുണ്ടാ ചെന്നോണ്ടുള്ളേ. അള്ളാഹുടെ നമ്പറും ഇന്റെ അയാൾ മരണപ്പെട്ടു പോയിട്ട് അയാളെ കബർ ദഫനാക്കിയപ്പോ തൽക്കീനോദിയത് നാണാണ്. ആ സമയത്ത് ഈ പലക്കെല്ലാം നക്ക് നനപ്പായിട്ട് വല്ലാണ്ട് വിഷമായിട്ട് കൽവങ്ങ് ബേജാറായി പോയിട്ട്. കാരണം അയാൾ ചൊന്നത് ആരെ നമ്പട്ടെന്ന് കേൾത്തല്ലേ, അതിന്റെ എല്ലാം സ്പഷ്ടമായിട്ട് അയാൾക്ക് വ്യക്തമാവടെങ്കിലെത്ത ടൈമാണ്. ഏകാന്തമായ കബറിലങ്ങ് കിടക്കുമ്പോ നിന്റെ കൈപിടിക്കുക ഒരു ഫ്രണ്ടുമില്ല, ഒരു പെഞ്ഞായുമില്ല, ഒരു ഭർത്താവുമില്ല. അതെല്ലാം ദുനിയാവിൽ അങ്ങ് ആറാർക്കും ആയി മാറിയാ. അതേ സമയത്ത് ഇത്തഖിദില്ലാഹ സ്വാഹിബ, ഞാൻ ചങ്ങായിയാക്കിയത് നിന്റെ റബ്ബുടെയാണ്, നിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. എങ്കിൽ ഞാൻ രക്ഷപ്പെടുറേ ബച്ചാവാവിടെ. അങ്ങളെ സ്നേഹിച്ചെങ്കിൽ എത്തനക്ക് അങ്ങളെ കാണും ചൊല്ലുടെ വല്ലാത്ത ഇഷ്ടാണ്. റബ്ബേ മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബല്ലാഹു ലിഖാഅ, അള്ളാഹുടെ കാണുന്നുണ്ട് ഇഷ്ടമുണ്ടുണ്ടായിരുന്നു, അള്ളാഹു നിന്റെ കാണുന്നുണ്ട് ഇഷ്ടപ്പെടുക. അവിടെയാണ് മരിക്കര കൂട്ടത്തിൽ 2-3 ടൈപ്പ് ആൾമാറുള്ള. ഒന്ന് നിരീശ്വരവാദിങ്ങാണ്, എനിക്ക് ദേവരില്ലാണ്ട് അങ്ങ് ചൊല്ലേ, മരണം ചൊന്നെങ്കിൽ അതോടുകൂടെ തീന്തു, പിന്നെ എന്തും ഇല്ലാണ്ട് അങ്ങ് ചൊല്ലേ. പിന്നുള്ളത് തെറ്റുകാരായ മുഅ്മിനീങ്ങളായ അങ്ക് മരണത്തെ പേടിയാവുള്ളൂ, റബ്ബെ മരിക്കടേന്ന് ചൊല്ലും അങ്ക് പേടിയാവുള്ളൂ. മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ടു, അങ്ങ് റബ്ബുടെ സ്നേഹിച്ചെങ്കിൽ താൽമാറാണ്, അങ്ക് മരണാൻ ചൊല്ലുമ്പോ ഇഷ്ടാണ്. നിങ്ങ ഒരു വലിയത്താണ്, അള്ളാഹുടെ വലിയ ചൊല്ലതിന്റെ ലക്ഷണം എന്താണ്? അയാൾ വലിയ വല്ലിട്ട് തട്ടയിട്ട് കമീസിട്ടും ചൊല്ലത് എന്തല്ല, അയാൾ സ്റ്റേജിലുണ്ട് പേജിലുണ്ടും ചൊല്ലതല്ല, അള്ളാഹുടെ വലിയത്തും ചൊല്ലതിന്റെ ലക്ഷണം എന്തൊരു വന്നുണ്ട. ഈ സെക്കൻഡിൽ നണ്ടൊട്ടിക്ക് ഒരാൾ ചൊല്ല നിങ്ങൾ മരിക്കോ റെഡിയാണ് കേട്ടെങ്കിൽ അൽഹംദുലില്ലാ, ನಾನು മരിക്കൂ റെഡിയാണ്, നിന്റെ റബ്ബുടെ നക്ക് കാണും, അവൻ നിന്റെ ഹബീബാണ്, ചങ്ങായിരെ കാണുക ആർക്കെങ്കിലും പേടിയാവുക, അങ്ങനെ നക്ക് ചെല്ലുക ആവണു അവിടാൻ നണ്ടൊട്ടിಗೆ ഞാൻ കേട്ടോളൂ, നിങ്ങളൊട്ടിಗೆ നീ കേൾക്കണു. എങ്കിൽ ഒരു നോട്ടീസിലും പേര് പറഞ്ഞോണ്ടില്ല, ഒരു സ്റ്റേജിലും പേര് പറഞ്ഞോണ്ടില്ല, ഞാൻ അള്ളാഹുടെ വലിയാണ്, നിങ്ങൾ അള്ളാഹുടെ വലിയത്താണ്, എന്റെ റബ്ബുടെ കാണണമെന്ന് ചൊല്ലുടെ ഇഷ്ടമുണ്ടു. അതുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ബഹുമാനപ്പെട്ട ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു വഫാത്താവുടെങ്കെത്ത ടൈമുൽ അയാൾ മദീന വിട്ടിട്ട് ഷാമുക്ക് പോയിട്ട് അങ്ങനെ വഫാത്താവുടെങ്കെത്ത ടൈമുൽ പെഞ്ഞായി ഇങ്ങനെ ഉൾപ്പെട്ടുകൊണ്ടുണ്ട്. വാ ഹുസ്ന, എന്തൊരു ദുഃഖാണ് നിനക്ക്, എന്തൊരു ബേജാറാണ്, എന്റെ ನಾನು ನನ್ನ ಮಾಪಿಳ ಮರ್ಚಿపోಯುಂಟುಂಟಲ್ಲಿ ವല്ലാത്ത വിഷമാണ്, ബേജാറാണ്, കരച്ചിലാണ് പെഞ്ഞായി. ആ സമയത്ത് ഞാൻ അത്ഭുതപ്പെട്ടത് ബിലാൽ റളിയല്ലാഹു അൻഹു ചെന്ന പലക്കന്തര വന്നുണ്ട, വാ ഫറഹ വാ ഫറഹ, എന്തൊരു സന്തോഷം നിനക്ക്, എന്തൊരു കൊസിയും ചൊന്നുണ്ടുള്ള, എന്റെ കൊസി ഗദൻ നൽകൽ അഹിബ്ബത മുഹമ്മദൻ വഹിസ്ബ, ನಾನು നാളെ നിന്റെ ചങ്ങായിമാരെ കാണും പോയുണ്ടുള്ളല്ലേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തിലെ പാർട്ടിയുടെ ഗ്രൂപ്പിടെയാണ് ഞാൻ കാണുക പോയുണ്ടുള്ളേ. അതുകൊണ്ട് ആവേശത്തിൽ ഇങ്ങനെ നിന്നിട്ടുണ്ട്, മരിക്കണമെന്നുള്ള കൊസിൽ ആവേശത്തിൽ കൂടെ ഇത് വായിക്കുമ്പോ കേൾക്കുമ്പോ നിങ്ങൾ മനസ്സിലാക്കണേ, ഞാൻ മരിക്കുമ്പോ ചുറ്റുമുള്ള ആൾമാർ ഉൾപ്പെട്ടെങ്കിലും മരിക്കണെങ്കെത്ത നാണ് തിരിക്കണു, നക്കൊരു കൊസിയാവണു, നക്കൊരു സന്തോഷാവണു. ಅದಕ್ಕೆല്ലാം ഉള്ളെങ്കെത്ത മാർഗാണ് പരിശുദ്ധമായ റമദാൻ. ഈ റമദാന്റെ നോമ്പ് നല്ല നോമ്പാവും, ഭക്ഷണങ്ങളെല്ലാം കൊറടിയാക്കാം, മക്കൾ കൊറടിയാക്കാം. അങ്ങനെ ചൊന്നെങ്കിൽ തിന്നു കൊടുക്കണ്ടല്ല, ഭക്ഷണത്തെ ആഡംബരങ്ങൾ ഒഴിവാക്കുക. യഥാർത്ഥത്തിൽ സൗമൂൻ ചൊല്ലതിരെ ഒറിജിനാലിറ്റി നഷ്ടപ്പെട്ടിട്ട് എത്രമോ വർഷമായിട്ടെന്ന് ചൊല്ലണവും. യഥാർത്ഥത്തിലുള്ള നോമ്പിപ്പൊ നടക്കില്ലാന്ന് ചൊല്ലണവും. സൗമൂൻ ചൊന്നെങ്കിൽ ഹിംസാക്കാൻ എല്ലാത്തിൽ നിന്നും പിടിച്ചു നിൽക്കല്. ഇത് പോലും സുബ്ഹാനല്ലാഹ് അത്താഴത്തുക്ക് മുന്നുള്ള സമ്മ തിണ്ടിട്ട് മഗ്രിബിൽ പിന്നെ തിണ്ടിട്ട് മനുഷ്യനൊരു ബഡ് പിടിച്ചെങ്കിത്ത ആളായി മാറി, അവന്റെ കൽബങ്ങ് ഗട്ടിയായി പോയിട്ട് അവന് ഈ ഒരു മാധുര്യം അനുഭവിക്കുക ആയോണ്ടേ ഇല്ല. അത് വലിയ മുസീബത്താണ്. സുബ്ഹാനല്ലാഹ് വർക്കുകളെല്ലാം ഒഴിവാക്കി ഭക്ഷണങ്ങൾ കഴിവിന്റെ പരമാവധി ശ്രദ്ധിച്ച് നിയന്ത്രിച്ചിട്ട് നിന്റെ പടച്ചെങ്കെത്ത റബ്ബുടെ സ്നേഹിക്കോ എന്നൊക്കെ സാധ്യമാവുന്നു. രാത്രി സമയത്ത് സുബൈക്ക് മുന്നുള്ള ഒരു അരഗಂಟೆ മുന്നുള്ളെങ്കിലും വെച്ചിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഞാൻ ചൊല്ലത് ഓർക്കണുണ്ടല്ല, ഓർക്കണം, നല്ല വിഷയമാണ്. പക്ഷെ ഒരു 5 മിനിറ്റ് ഒരു മെഡിറ്റേഷൻ ഉണ്ട്, ഗസാലി ഇമാം ചൊന്നെങ്കെത്ത മെഡിറ്റേഷൻ എന്തിനെ ಗೊಂತುಂಡ, ನಾನಿങ്ങനെ തല ബഗ്വാട്ടി വെച്ചിട്ട് നിന്റെ റബ്ബുടെ ಬಗ್ಗೆ ആലോചനാക്കಡೆ. അല്ലോ അവൻ തന്നെങ്കെത്ത നിയമത്തുകൾ എത്രയാണ്, അവൻ തന്നെങ്കെത്തെ ഐശ്വര്യങ്ങൾ എത്രയാണ്. നിന്റെ രാജ്യത്തെ CM കറണ്ട് ഫ്രീ തന്നപ്പോ അവന്റെ എത്രയാണ് ഞാൻ പോതിരെ, യാ റബ്ബി CM പോതുക എത്ര ആൾമാറാണ്, അവൻ കറണ്ട് ഫ്രീ തന്ന അവന്റെതെന്തോ അല്ലത്, അവന്റെ എല്ലാരും പോതികൊണ്ടുള്ളാറ്. പക്ഷെ ഞാൻ ജനിച്ചിട്ട് ഈ സെക്കൻഡ് വരെ സുബൈരെ പിടിച്ചിട്ട് മൊയിൻതോള സൂര്യയുടെ ലൈറ്റ് ഫ്രീ തന്നെങ്കെത്ത റബ്ബുള്ള ഒരു ഉറുപ്പ പോലും ഒരു ഓഫീസിൽ ഞാൻ കെട്ടിയിട്ടില്ല. അതിന്റെ പേരിൽ നിന്റെ റബ്ബുടെ പോതുക ആയിട്ടില്ലല്ലേ.
നിന്റെ റബ്ബ് നക്ക് തന്നെങ്കത്തെ നിയമത്തുകൾ എത്രയാണ്, ഐശ്വര്യങ്ങൾ എത്രയാണ്. ഇതെല്ലാം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഇങ്ങനെ ബഗ്ഗി വെച്ചിട്ട് അതിലിങ്ങനെ ആൽച്ചനാക്കൊണ്ടാണ്. അങ്ങനെ ഒരാൾ ഒരു അല്പനേരം ആൽച്ചനാക്കരുത് 1000 വർഷം ഇബാദത്താക്കിടതരാട്ടി ഹൈറും ചെന്ന മഹാന്മാരുള്ള. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് തരട്ട്. ഈ റമദാൻ ഗുണമായി സാക്ഷി നിൽക്കുന്ന സ്വാലിഹീങ്ങളിൽ ഞങ്ങളെല്ലാം പെടുത്തി തരട്ട്. ഞങ്ങൾ ആക്കിടങ്കെറ്റ ഇബാദത്ത് കുറച്ചാണെങ്കിലും അതിലെ ലദ്ദത്തും ടേസ്റ്റും മാധുര്യവും അറിഞ്ഞിട്ട് ഇബാദത്താക്കൂ. അതിലൂടെ റബ്ബുടെ കാണുകൂ, റബ്ബുടെ മുട്ട എത്തവൂ, അവന്റെ സ്നേഹങ്ങൾ സമ്പാദിക്കൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ട്. എല്ലാ സഹോദരിമാരൊട്ടിയ ദുആ വസിയത്ത് അള്ളാഹു ഞങ്ങളെല്ലാം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.